രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ മൂന്നാം ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തിയത്. വിദേശത്തുള്ള യുവതി ഇന്ത്യൻ എംബസിയിലെത്തിയാണ് വീഡിയോ കോൺഫറൻസിലൂടെ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, മൂന്നാമത്തെ കേസിൽ ഈ പറഞ്ഞതുപോലെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ കേസിന്റെ ഗൗരവ സ്വഭാവം ഒന്നുകൂടി കൂടുകയാണ്. നേരത്തെ ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് കോടതിയും മറ്റും കടന്നിരുന്നു. ദീർഘകാലമായി എവിടെയാണ് മൊഴി എന്ന ചോദ്യം പല കോടതികളും ഉന്നയിച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ മൊഴി കൂടി ലഭിച്ച സാഹചര്യത്തിൽ രാഹുലിന്റെ കേസിന് കുറച്ചുകൂടി ബലം വരികയല്ലേ? അതായത് ഈ പരാതിക്ക് ഇതോടെ ഒരു നിയമസാധുത കൈവന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ആ പരാതി ലഭിച്ച് അതീവ രഹസ്യമായി ഇമെയിലായി പരാതി ലഭിക്കുകയും അതിന് പിന്നാലെ ഇവരുടെ മൊഴി പോലീസ് ആദ്യം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ തന്നെ രേഖപ്പെടുത്തിയതാണ്. അതിനുശേഷമാണ് വളരെ രഹസ്യമായി പാലക്കാട് നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീടുണ്ടായ വിവാദങ്ങൾ, രാഷ്ട്രീയമായ ചർച്ചകളൊക്കെ നമുക്കറിയാം. നിയമവിദഗ്ധർ തന്നെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം. പരാതിക്കാരി ഉണ്ടോ, ഇങ്ങനൊരു പരാതിക്കാരി ഉണ്ടോ എന്ന സംശയം ഒരു കോണിൽ നിന്ന് ഉന്നയിക്കുന്ന സാഹചര്യം. കാരണം ഇത്തരത്തിൽ നേരിട്ട് ഒപ്പിട്ട് നൽകാതെ, പരാതിയിൽ രേഖാമൂലം ഒപ്പിട്ട് നൽകാതെ എങ്ങനെ അതിന് നിയമസാധുത കൈവരും എന്ന വിമർശനം കോടതിയുടെ മുമ്പിൽ തന്നെ പ്രതിഭാഗം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമായി കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായതാണ്. അങ്ങനെ ഒരു കേസിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ, രാഹുലിന് അനുകൂലമായി തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ഒന്നാമത്തെ കേസിലടക്കം മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു രാഹുൽ. അതിനിടയിലാണ് ഈ മൂന്നാമത്തെ കേസിൽ രാഹുലിൻ്റെ അറസ്റ്റിലേക്ക് നയിച്ച പീഡന പരാതിയിൽ ഇപ്പോൾ ഇരയായ യുവതി അന്വേഷണ സംഘത്തിന് ആദ്യം നൽകിയ മൊഴി അത് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴിയായി 164 സ്റ്റേറ്റ്മെൻറ്റായി കൈമാറിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന് ഈ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. വരുന്ന 16-ാം തീയതി മുതൽ 3 ദിവസത്തേക്ക് ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് കോടതി തന്നെ ഹാജരാകണമെന്ന നിർദ്ദേശം രാഹുലിന് നൽകിയിട്ടുണ്ട്. കസ്റ്റഡിക്ക് സമാനമായ ചോദ്യം ചെയ്യലായിരിക്കും 3 ദിവസം, 16-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതിയും നടത്തുക. അതിനുശേഷം രാഹുലിൻ്റെ ഫോണടക്കം വിശദമായി പരിശോധിക്കും. അതിലെ പാസ്വേഡ് പറഞ്ഞു നൽകാൻ ആദ്യം രാഹുൽ തയ്യാറായിരുന്നില്ല. പക്ഷേ ജാമ്യ വ്യവസ്ഥകളിൽ കൃത്യമായി ഫോണിൻ്റെ പാസ്വേഡ് അടക്കം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തണമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരുന്ന രാഹുൽ അടുത്തതായി നടക്കാൻ പോകുന്ന ചോദ്യം ചെയ്യലിൽ വിശദമായി ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് തന്നെയാകും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള നീക്കമുണ്ടാകും. എടുത്തു പറയുന്ന കാര്യം, മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഈ 3 കേസുകളിലും ഒരു സമാനമായ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലായിരിക്കും ചോദ്യം ചെയ്യലും നടക്കുക. അതായത് 3 കേസുകളെ ഒരുപോലെ കാണുന്ന ശൈലിയിലുള്ള ചോദ്യാവലിയായിരിക്കും അന്വേഷണ സംഘം തയ്യാറാക്കുക. 3 പേരുമായും ഒരേ സമയം തന്നെ ബന്ധം സ്ഥാപിച്ചിരുന്നു. ഒരേ സമയമാണോ ഇത്തരം ഈ ഗർഭചിത്രമടക്കമുള്ള ഈ പരാതിയിൽ പരാമർശിക്കപ്പെട്ടിരുന്ന ആരോപണങ്ങൾ നടന്നിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ പരിശോധനകൾ വരും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പോലീസ് വിശദമായ ഒരു ചോദ്യാവലി തയ്യാറാക്കുന്നത്. AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാകും 16-ാം തീയതി രാവിലെ 10 മണി മുതൽ ഈ ചോദ്യം ചെയ്യൽ നടക്കുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം ഈ 3 കേസുകൾ നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ സമാന സ്വഭാവമുള്ളതാണ്. പക്ഷേ ചില വ്യത്യാസങ്ങളൊക്കെ സാമ്പത്തിക ചോദിച്ചടക്കമുള്ള മറ്റ് പല കാര്യങ്ങളും ആരോപണവുമായി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇവിടെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുകളിൽ ജാമ്യത്തിലാണ്, പുറത്താണ്. കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾ, ഗൗരവതരമായ ചില പരാമർശങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഒരു പ്രീസിഡൻ്റായി മറ്റു കേസുകളിലും ആപ്ലിക്കബിൾ ആണ്. കാരണം വിവാഹിതയായ ഒരാൾ ഇത്തരത്തിൽ പീഡനമെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് എന്നൊക്കെ കോടതി ചോദിക്കുന്നുണ്ട്. സ്നേഹബന്ധത്തിലിരിക്കുമ്പോൾ നടക്കുന്നത് ഇഷ്ടപ്രകാരം, അല്ലാത്തപ്പോൾ പീഡനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരുപാട് ലൂപ്പ് ഹോൾസ് കൂടി തുറന്ന് ഇട്ടുകൊണ്ടുള്ള ചില ന്യായങ്ങൾ, ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നതുകൂടി ഇത്തരം കേസുകളുടെ ഗൗരവ സ്വഭാവം പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കണം.
തീർച്ചയായിട്ടും. അതായത് രാഹുലിൻ്റെ അഭിഭാഷകനും കോടതിയിൽ വാദിച്ചതും അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഉഭയസമ്മത കക്ഷി പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു ഇവരുമായിട്ട് ഉണ്ടായിരുന്നത്. അതിനെ പിന്നീടൊരു ഘട്ടത്തിൽ അങ്ങനെ ഉഭയസമ്മത പ്രകാരം നടന്ന ബന്ധം, അതിൻ്റെ പേരിൽ നടന്ന ഇടപാടുകൾ, അതിനെ പിന്നീട് പീഡനമായി വ്യാഖ്യാനിച്ചത് ബോധപൂർവമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് എന്നായിരുന്നു രാഹുലിൻ്റെയും അഭിഭാഷകൻ്റെയും ഒക്കെ വാദം. ആ വാദമുഖങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിലടക്കം മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനായി ആദ്യ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം ഉന്നയിച്ചതും അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ട് എന്തായാലും ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകളിലേക്ക് കടക്കുന്നതിന് പകരം അതൊക്കെ വിചാരണ വേളയിലാണ് ആ പരിശോധനകൾ നടക്കേണ്ടത്. പ്രഥമ ദൃഷ്ട്യാ ഇതിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും കേസിൻ്റെ വിചാരണയിലേക്കൊക്കെ കടക്കാൻ അതിൻ്റെതായ കാലതാമസം വേണ്ടിവരും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരേ സമാനമായ തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന 3 ആരോപണങ്ങൾ, 3 പരാതികൾ, അതിൽ 2 കേസുകളിൽ രഹസ്യമൊഴി നൽകിക്കൊണ്ട് 2 യുവതികൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മൊഴിയിൽ നിന്ന് ഇനി അവർക്ക് മാറാൻ കഴിയില്ല. കാരണം മജിസ്ട്രേറ്റിനെ സാക്ഷിയാക്കുന്ന തരത്തിലാണ് ആ മൊഴി. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റിന് അതിനൊരു നിയമസാധുത കൈവരുന്നത്. അതിൻ്റെ ആ മൊഴിയെടുപ്പിൻ്റെ സാക്ഷിയായി മാറുന്നത് മജിസ്ട്രേറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അത് മാറ്റി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി, അതായത് ഈ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം പലപ്പോഴും അവരെ ബന്ധപ്പെട്ടപ്പോഴും സാവകാശം തേടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഇന്ത്യൻ എംബസി മുഖേനയാണ് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ മൊഴി കഴിഞ്ഞ ദിവസം രഹസ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങളുടെ ഭാഗമായി SIT ഏത് തരത്തിലുള്ള അന്വേഷണമായിരിക്കും ഇനി നടത്തുക എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും 16-ാം തീയതി ചോദ്യം ചെയ്യലിന് വേണ്ടി, അതായത് തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. മറ്റൊന്ന് ഡാൻ കുര്യൻ, ഇവിടെ നമുക്കറിയാം ഈ കേസിൽ ഈ 3 കേസുകളും ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ മറ്റും വാദമായി മുന്നോട്ട് വന്നത്. പക്ഷേ ഇത്തരത്തിൽ എംബസിയിലൊക്കെ എത്തി ഈ പെൺകുട്ടി രഹസ്യമൊഴി നൽകാൻ തയ്യാറായി എങ്കിൽ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രാഹുലിന് ശിക്ഷ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകും എന്നും വ്യക്തമാക്കുകയാണ്. ആ ഒരു മനോഭാവം കൂടിയാണ് ഈ 3ാമത്തെ പെൺകുട്ടി കാണിക്കുന്നതെന്ന് വേണ്ട കരുതാൻ. തീർച്ചയായിട്ടും. അതായത് 1ാമത്തെ കേസിൽ എന്താണോ സംഭവിച്ചിരിക്കുന്നത്, ആദ്യഘട്ടത്തിൽ അവർ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഈ വിവാദം കനക്കുകയും അത് വലിയ തരത്തിൽ ഈ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും അത് വാർത്തയാകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം വന്നതോടെയാണ് അവർ പരാതി നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവർക്കെതിരെ സൈബർ അധിക്ഷേപം അതിന് കടക്കുന്ന ഒരു സാഹചര്യം. ആ ഘട്ടത്തിൽ ആണ് അത് കൃത്യമായി ഈ ഇരകളെ അല്ലെങ്കിൽ ഈ യുവതികളെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അവിടെയാണ് പരാതിയുമായി നേരിട്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇവർ രഹസ്യമൊഴി നൽകാൻ വിസമ്മതിച്ചിരുന്നു. പിന്നീടാണ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ആദ്യ പരാതിക്കാരി രഹസ്യമൊഴി നൽകുന്നത്. സമാനമായ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ 3ാമത്തെ കേസിലും അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ഈ ഡിജിറ്റലായി ഒപ്പിട്ട് ഈ പരാതി തിരിച്ചയക്കുകയും ഒക്കെ ചെയ്യുന്ന നടപടികളുണ്ടായിരുന്നു. കോടതിയിൽ അത് പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ മജിസ്ട്രേറ്റിനെ അറിയിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് അതിൽ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന തന്നെ മൊഴി രേഖപ്പെടുത്തി അറസ്റ്റിലേക്ക് കടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ അതിൽ വലിയ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമവിദഗ്ധർ തന്നെ മുമ്പോട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് തിടുക്കത്തിലുള്ള നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം വീണ്ടും കടന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി മുഖേന, വിദേശത്തുള്ള ഇന്ത്യൻ എംബസി മുഖേന യുവതി രഹസ്യമൊഴി 164 സ്റ്റേറ്റ്മെൻറ്റ് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നതാണ് വ്യക്തത വരാനുള്ളത്. എന്തായാലും നിലവിൽ ഉയർന്നു വന്ന 3 പരാതികളിൽ 3 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായെങ്കിലും 2 കേസുകളിലാണ് ഇപ്പോൾ ഒരു നിയമസാധുത കൈവന്നിരിക്കുന്നത്. അതിൽ 1ാമത്തെ കേസും 3ാമത്തെ കേസും ആ 2 കേസുകളായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഗൗരവത്തോടെ പോലീസ് നോക്കിക്കാണുന്നത്. അത്തരത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി പോലീസ് മുമ്പോട്ട് പോവുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും 3 കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിൽ 3ാമത്തെ കേസിലെ പെൺകുട്ടി അവർ രഹസ്യമൊഴി കൂടി ഇന്ത്യൻ എംബസി വഴി ഹാജരായി. വിദേശത്താണ് ആ കുട്ടി. കോടതിക്ക് മുന്നിൽ രഹസ്യമൊഴി നൽകുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അങ്ങനെ 3ാമത്തെ കേസിൽ കൂടി കുരുക്ക് മുറുകുകയാണ് രാഹുലിന് എന്നുള്ളതാണ്. ഇതിൽ അല്പം ദുർബലമായിട്ടുള്ളത് ഈ 2ാമത്തെ കേസാണ് എന്നാണ് മനസ്സിലാകുന്നത്. 1ഉം 3ഉം കേസുകളിൽ രാഹുൽ സ്വാഭാവികമായും വിചാരണ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കോടതിയുടേതായ ചില പരാമർശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം എന്നുള്ളത് ഏതാണ്ട് അംഗീകരിച്ച മട്ടിലാണ് രാഹുലിന് ജാമ്യമടക്കം നൽകിയ പശ്ചാത്തലമുണ്ടായത്. ഒപ്പം വിവാഹത്തിന് ശേഷം വിവാഹിതരായ പെൺകുട്ടികൾ ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങൾക്കും ഉന്നയിക്കുന്നതിനെ ഒരു പരിധിവരെ കോടതി വിമർശിക്കുകയും മറ്റും ചെയ്തിരുന്നു. അങ്ങനെ വലിയ തോതിൽ
രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് നീങ്ങുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.